വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ദേശമംഗലം കൂട്ടുപാത നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയും ഉണ്ടായി. കഴിഞ്ഞ 6 വർഷക്കാലമായി ഓരോ വർഷം പോകുന്നതോറും സ്കൂളിലെ പുരോഗതിയല്ലാതെ ഒരിക്കൽ പോലും ഒരു പൊടി പോലും താഴ്ചയ്ക്ക് ഞാൻ കാണാറില്ല. ആ ഒരു മേന്മ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ ഈ 30 വർഷക്കാലവും പുരോഗതിയിലൂടെ എത്തിച്ചേർന്ന ഈ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന നിലയിൽ തുറന്നു പ്രവർത്തിച്ച ഈ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആദ്യത്തെ UP ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കൂടിയാണ്. വേറെ ഒരു സ്കൂളും UP സ്കൂളായിട്ട് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഓരോ സ്കൂളുകളൊക്കെ 5, 6 എന്നൊക്കെ തുടങ്ങുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലമായി UP സ്കൂൾ പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ സ്കൂളിൽ. സ്കൂളിന്റെ പഠന മികവ് തന്നെയാണ് ഈ ഒരു സ്കൂളിന് ഇത്രയും പുരോഗതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഈ ഓരോ മക്കളെയും നമ്മൾ സ്കൂളിൽ നിന്ന്, വീട്ടിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും ഇവിടേക്ക് പറഞ്ഞു വിടുമ്പോൾ ഓരോ രക്ഷിതാക്കളും വളരെയധികം ഭയത്തോടു കൂടിയാണ് വരുന്നത്. സ്കൂളുകളിൽ എങ്ങനെയായിരിക്കും കുട്ടികളുടെ ഇടപെടൽ, അധ്യാപകരുമായി കുട്ടികൾ എങ്ങനെ ഒത്തുചേരുന്നു, കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെയായിരിക്കും, ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ ശ്രദ്ധാലുവായിരുന്ന രക്ഷിതാക്കളാണ് ഇപ്പോഴുള്ളത്. എന്നാൽ നമ്മുടെ ഈ സ്കൂളിലേക്ക് ദേശമംഗലം ഉള്ള ഇംഗ്ലീഷ് മീഡിയം നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തിച്ചേരുന്ന ഒരു കുട്ടിയും പഠനത്തിലാവട്ടെ, കായികമാകട്ടെ, അല്ലെങ്കിൽ സാഹിത്യമാവട്ടെ, ഏത് മേഖലയാണെങ്കിലും ഒരു മേഖലയിലും പുറകിലാവില്ല എന്നത് ഈ സ്കൂളിന്റെ ഉറപ്പാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. മഞ്ജുള അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരിയും നിരൂപകയുമായ രജനി സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം കുട്ടികളിൽ പാഠ്യേതര വിഷയങ്ങളിലുള്ള കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും മുൻപോട്ട് വരണമെന്നും കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ഉന്നതിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമാണെന്നും രജനി സുരേഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ, സ്കൂൾ മാനേജർ ദേവരാജൻ, റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ PV സുഭാഷ്, സ്കൂൾ രക്ഷാധികാരി ശിവരാമൻ, PTA പ്രസിഡന്റ് ലക്ഷ്മി രാജീവ്, വൈസ് പ്രസിഡന്റ് NV വിജീഷ്, ഹെഡ് മിസ്ട്രസ് സുമതി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പ്രവേശനോത്സവം ആലേഖനം ചെയ്ത വർണ്ണ ബലൂണുകളേന്തി സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരുമായി നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു. സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൂട്ടുപാത സെന്റർ ചുറ്റി തിരികെ സ്കൂളിൽ തന്നെ സമാപിച്ചു. ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളും കലാരൂപങ്ങളും അകമ്പടിയായി. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.